നല്ല ഒരു പാട്ട് നമ്മൾ കേട്ടല്ലേ? ശക്തിയാലല്ല, എൻ്റെ കൈയുടെ ബലത്താലല്ല, അവൻ്റെ ദയയാലാണ് ഞാൻ നിന്നത്. പ്രൈസ് ദി ലോർഡ്. ഓക്കെ ആണോ? നല്ല രണ്ട് എനർജറ്റിക് ആയിട്ടുള്ള, മീനിങ് ഫുൾ ആയിട്ടുള്ള, തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള രണ്ട് ടോക്കിന് ശേഷം ആർ വി റെഡി ഫോർ ഇറ്റ്? സ്നേഹവും ബഹുമാനവുമുള്ള അഭിവന്ദ്യ തിരുമേനി, വന്ധ്യ വൈദികരെ, കൊച്ചമ്മമാരെ, എനിക്ക് പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുവേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം. ഇവിടെ ഈപ്പനച്ചൻ സ്വന്തം നീന കൊച്ചമ്മയെ പറ്റി സംസാരിച്ചു. ലിസ് കൊച്ചമ്മ ജോൺസൺ അച്ഛനെ പറ്റി വാദോരാതെ സംസാരിച്ചു. പക്ഷെ എനിക്കുമുണ്ട് സുന്ദരനും സുശീലനും സുമുഖനുമായ ഒരു ഹസ്ബൻഡ്. ഇപ്പോഴും വിവാഹം കഴിഞ്ഞ് 23 വർഷത്തോളം ആകുന്നുവെങ്കിലും ഇപ്പോഴും ആൾക്കൂട്ടത്തിൽ ഇപ്പോഴും അദ്ദേഹത്തെ കണ്ടാൽ എൻ്റെ നെഞ്ചിലും ഒരു പടപടപ്പുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു മുന്നറിയിപ്പുണ്ട്. ഷിജി, പ്രസംഗത്തിൽ തള്ളലിൻ്റെ ഡോസ് ഇച്ചിരി കുറയ്ക്കണം. അപ്പോൾ ഇന്നലെ എൻ്റെ ഫ്രണ്ടാണ് ഷിജി എന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു എന്ത് പറയണം. ഞാൻ പറഞ്ഞു, നീ ഒറ്റ വരി പറഞ്ഞാൽ മതി, ബാക്കി തള്ളൊക്കെ ഞാൻ തള്ളിക്കോളാം. അപ്പോൾ അതുകൊണ്ടാണ് അവൾ ഒറ്റ വരിയിൽ ഒതുക്കിയത്. അപ്പോൾ അദ്ദേഹം എന്നെ ഓർമ്മിപ്പിക്കാറുണ്ട്, കുറച്ച് തള്ളിയാൽ മതിയെന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. നമ്മൾ രാവിലെ എയ്പ്പനച്ചിൻ്റെ അടുത്തുനിന്ന് ലിഡിയെ പറ്റി കേട്ടു, സ്ലേവ് ഗേളിനെ പറ്റി കേട്ടു. ഫാമിലി ആസ് എ സ്പിരിച്വൽ മെൻറ്റർഷിപ്പ്, ബിഗിനിങ് ഓഫ് ദ സ്പിരിച്വൽ മെൻറ്റർഷിപ്പ്, എങ്ങനെ ഫാമിലിയിൽ നിന്ന് തുടങ്ങാം, റോൾസ് ഓഫ് ദ ഫാമിലി, ഇതൊക്കെ വളരെ വിശദമായിട്ട് കൊച്ചമ്മയുടെ ടീച്ചിങ് ബാക്ക്ഗ്രൗണ്ടും ഒരു ടീച്ചർ എന്നൊരു പ്രൊഫസർ എന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് വളരെ സുന്ദരമായിട്ട് നമുക്ക് മുന്നിൽ വരച്ചു തന്നു. ഞാനും എൻ്റെ തൊഴിലിടങ്ങളുമായിട്ട് പരിചയമുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഫെമിനൈൻ എക്സലൻസിനെ കുറിച്ചാണ്. കാരണം വിഷയത്തോട് നീതി പുലർത്തണം. ഞാൻ വിഷയം തിരിച്ച് മറിച്ച് ഒന്നും മാറ്റുന്നില്ല. വിമൻ മെൻറ്റേഴ്സ് ഓഫ് ദ വേൾഡ് എന്നുള്ളതാണ് നമ്മുടെ തീം. സോ ഐ എം ഗോയിങ് ടു സ്റ്റേ ഫോക്കസ്ഡ് ഓൺ ദ തീം. സോ ഫെമിനൈൻ എക്സലൻസ് നമുക്കെങ്ങനെയാണ് നമ്മുടെ വേദപുസ്തകത്തിൽ കാണുന്ന മഹിളാരത്നങ്ങളെ പോലെ സ്വന്തമായിട്ട് വിശ്വാസത്തിൽ ഊന്നി ജീവിച്ചിട്ട് they become examples and they become extraordinary because of the deep-rooted faith. ഫെമിനൈൻ എക്സലൻസിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് തുടങ്ങാം. അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം, so 2 Corinthians chapter 4, അതിൻ്റെ 15-ന്റെ പകുതി തൊട്ട് തുടങ്ങാം. 15-ന്റെ പകുതി അത് പറഞ്ഞു വരുന്നത് വേറൊരു കാര്യമാണ്. മോശയെ പറ്റി അവിടെ ഒരു സെൻറ്റൻസ് ഉണ്ട്. പക്ഷെ 15-ന്റെ പകുതി ഇങ്ങനെയാണ്, ഇപ്രകാരമാണ്. ഞാൻ വായിക്കുന്നില്ല, ഞാൻ ചുരുക്കി പറയാം, എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മുകളിൽ ഒരു മൂടുപടം ഇരിക്കുന്നു. കർത്താവിലേക്ക് തിരിയുക. അവനിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം മാറും. കർത്താവ് ആത്മാവാകുന്നു. അവനിലേക്ക് തിരിയുമ്പോൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. സ്നേഹം നമ്മെ സ്വതന്ത്രരാക്കുന്നുവെന്ന് ഗലാത്യരുടെ ലേഖനത്തിലും പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്വതന്ത്രരായി കഴിയുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് അവൻ്റെ തേജസ് വരും. ഒരു കണ്ണാടിയിൽ എന്ന പോലെ പ്രതിബിംബം ഉണ്ടാകും നമ്മുടെ മുഖത്ത്. ആ തേജസ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ അവൻ്റെ പ്രതിബിംബങ്ങൾ, ഇമേജസ് ആയിട്ട് മാറും, പ്രതിമകളായിട്ട് മാറും. ദാറ്റ്സ് ഓൾ വി നീഡഡ് ഫോർ എ ന്യൂ വേൾഡ്. വി ക്യാൻ റിഫ്ലക്റ്റ് ക്രൈസ്റ്റ് ഓൺ ourselves. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അത് ടീഷർട്ടിൽ എഴുതിയല്ല. വി ഷുഡ് ട്രൈ ടു വാക്ക് ഓർ ടോക്ക്. അങ്ങനെയാണ് ഈ ക്രിസ്തുവിനെ നമുക്ക് ധരിക്കാൻ സാധിക്കുന്നത്. നമ്മളെ നോക്കുന്നവർ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറയാൻ സാധിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ അവനിലേക്ക് നോക്കുമ്പം ഈ മൂടുപടം എങ്ങനെയാണ് മാറുന്നത്? നമ്മുടെ ഹൃദയത്തിൽ ധാരാളം മൂടുപടങ്ങളുണ്ട്. ഇതൊരു പേഴ്സണൽ എക്സസൈസാണ്. നമ്മൾ നോക്കിയാൽ മതി. ദ ബാഗേജ് വി ക്യാരി, എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിനെ വിശാലമായിട്ട് തുറന്നിടാൻ പറ്റാത്ത രീതിയിൽ മുറുക്ക പിടിച്ചിരിക്കുന്ന മൂടുപടങ്ങൾ. ഇതിനെ അഴിച്ചുവിട്ട് കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിന് എനിക്ക് പ്രിയപ്പെട്ട എഴുത്തുകാരനായ മിലൻ കുന്തേരയുടെ വാക്കുകളിൽ പറഞ്ഞാൽ അനിതര സാധാരണമായൊരു ലാഘവത്വം. അതൊരു അപ്പൂപ്പൻ താടി പോലെയാണ്.
നമ്മളിങ്ങനെ ഒഴുകി പറക്കുന്ന പോലെ നമുക്കൊരു പ്രശ്നമില്ല. നമ്മുടെ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് വോട്ട് ഓഫ് താങ്ക്സിൽ പേര് പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു പ്രശ്നവുമില്ല. എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ, സങ്കടം വരത്തില്ല. കാരണം നമ്മൾ അനുഭവിക്കുന്നത് എന്താ? ഒരു സ്വാതന്ത്ര്യമാണ്. ആ അനിതര സാധാരണമായിട്ടുള്ള ലാഘവത്വം നമ്മൾ അനുഭവിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ബാധകമേ അല്ല. എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആർ ഹെൽത്ത് കെയർ വർക്കേഴ്സ് അല്ലേ നമ്മളിരിക്കുന്നത്. അപ്പം ഈ ബേസിക് ഫിസിയോളജിക്കൽ നീഡൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ വളരെ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു പിരമിഡുണ്ട്. ഓർമ്മയുണ്ടായിരിക്കുമല്ലേ? മാസ്ലോസ് ഹൈറാർക്കി നീഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. മാസ്ലോസ് ഹൈറാർക്കി നീഡിനെ പറ്റി അതൊരു പിരമിഡാണ്. അതിൻ്റെ ഏറ്റവും താഴെ ഫിസിക്കൽ നീഡ്സ് ആണ്. അതായത് ആഹാരം, വസ്ത്രം, പാർപ്പിടം. മുകളിലോട്ട് പോകുന്നതനുസരിച്ച് സെക്ഷുവാലിറ്റി, ലവ്, ബിലോങ്ങിങ്, അതങ്ങനെ പോയിട്ട് ഈ പിരമിഡ് ഇങ്ങനെ കൂർത്ത് മേളിൽ ചെല്ലുമ്പം ദർ ഈസ് സംതിങ് കോൾഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ബി ദെയർ. ഞാൻ എപ്പോഴും വിചാരിക്കും, ഒരു പ്രാവശ്യം നമുക്കറിയാവുന്ന ഒരു ഇൻസിഡൻറ്റ് നടന്നു. എനിക്ക് വളരെ വേദന തോന്നിയത് അതിൻ്റെ പുറകിലുള്ള എന്തോന്നൊന്നും എനിക്കറിയത്തില്ല. KJ യേശുദാസ് എന്ന് പറയുന്ന ഗാനഗന്ധർവൻ അദ്ദേഹത്തിൻ്റെ ഒരു സെൽഫി എടുക്കാൻ ശ്രമിച്ച ഒരാളുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിത്തെറിപ്പിച്ചിട്ട് വാസ് സോ മാഡ് അറ്റ് ദം. അപ്പം എനിക്ക് തോന്നി ഹി വാസ് വെരി not maybe happy with that situation. So celebrities have also their own privacy, right? പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി കാണാൻ എനിക്ക് ഇടയുണ്ടായപ്പോൾ അവിടെ ഇരുന്ന ഒരു സെക്കൻഡ് ജനറേഷനിൽപ്പെട്ട ഒരു കുഞ്ഞ് എഴുന്നേറ്റ് നിന്ന് അവളുടെ അച്ഛന് വേണ്ടി ഇടയ കന്യകയെ പോയി വരൂ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പാട്ടൊന്ന് പാടണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പാടിയില്ല എന്ന് മാത്രമല്ല, ആ പാട്ട് ചോദിച്ച കുട്ടിയെയും അവളുടെ മുത്തച്ഛനെയും ഒക്കെ തമാശ രീതിയിൽ സംസാരിച്ച് എനിക്കത് വേദനയോടെ തോന്നി. പക്ഷെ എല്ലാവരും ചിരിച്ചു. പലപ്പോഴും അങ്ങനെയാണല്ലോ, നമുക്ക് ഈ തമാശകൾ കേൾക്കുമ്പം ചിരി വരും. അതിന് ഉദാഹരണം ഞാൻ പറയാം എപ്പോഴാണ് നമ്മൾ ചിരിക്കുന്നതെന്ന്. ജോസഫ് പുത്തമ്പുരയ്ക്കൽ അച്ഛൻ്റെ പ്രസംഗം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മളതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ ചിലപ്പം ചിരിക്കും. പക്ഷെ ഞാൻ ആ കാണുന്ന നിർത്തിയിപ്പം എന്താണെന്നറിയാമോ? ഞാൻ പറയാം എന്താണെന്ന്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടപ്പോഴാണ്, സുരേഷ് ഗോപിയെ പോലെ സുന്ദരനെ കല്യാണം കഴിക്കാതിരുന്ന പുരുഷന് കിട്ടിയത് സുരേഷ് ഗോപിയെ പോലെ സുന്ദരനായ ഭർത്താവിനെ കിട്ടണമെന്ന് ആഗ്രഹിച്ച പെണ്ണിന് കിട്ടിയത് ഇന്ദ്രൻസിനെയും, ഐശ്വര്യ റായിയെ പോലെ സുന്ദരിയായ ഭാര്യയെ കിട്ടണമെന്ന് വിചാരിച്ചവന് കിട്ടിയത് കൽപ്പനയുമാണെന്ന്. സോ വാട്ട് ഈസ് ദ പ്രോബ്ലം വിത്ത് ഇന്ദ്രൻസ് ആൻഡ് കൽപ്പന? ഹൂ ഈസ് ഹീ ടു ബോഡി ഷെയിം, റൈറ്റ്? പക്ഷെ നമ്മളിത് ഓർക്കത്തില്ല. നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ വലിയ ചിരിയാ. പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് മനസ്സിനെ വേദനിപ്പിക്കുന്ന നെഗറ്റിവിറ്റി കേൾക്കുമ്പോൾ നമ്മൾ ചിരിക്കും, ഊറിച്ചിരിക്കും. Did you ever thought of it? നമ്മൾ പറയുന്ന ഒരു വാക്ക് അത് നമ്മുടെ ഒരു മിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം. ഏറ്റവും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഈപ്പനച്ചൻ രാവിലെ സൂചിപ്പിച്ചതുപോലെയുള്ള മനുഷ്യരുണ്ട്. വിവാഹത്തിൻ്റെ പവിത്രതയെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ വിവാഹബന്ധം മുറിഞ്ഞുപോയ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ അത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, മക്കളെല്ലാം സക്സസ്ഫുൾ ആയത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് പറയുമ്പോൾ മക്കളെ നഷ്ടപ്പെട്ടവരോ മക്കൾ അല്ലെങ്കിൽ ജോലിയില്ലാത്തവരോ വിവാഹം കഴിക്കുന്നവരോ ഇല്ലാത്ത കുടുംബ പ്രശ്നങ്ങളിലൂടെ പോകുന്ന കുടുംബാംഗങ്ങളുണ്ടെങ്കിൽ അവരെന്ത് കരുതും? These are the things that we have to think about it. So when you reach a state of self-actualization, you are going to reflect yourself with Christ's image. We don't say these things. You always think, ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ പറയാൻ നമ്മൾ ശ്രദ്ധിക്കും. കാരണം without words we should not hurt someone's feelings. അറിയാതെയോ പറഞ്ഞു പോകുന്ന വാക്കുകൾ നമ്മളൊന്ന് ചിന്തിക്കണം. What am I going to write in social media? What is my comment about this? Do I really have the right to say it? Because I don't know the whole story behind it. Do I can say this to the other person? Can I share this WhatsApp message that came about somebody? If you are not 100% convinced of a problem, we should not be fast forwarding all this WhatsApp forwards. Make some decisions. That's how ഈ മൂടുപടങ്ങൾ മാറ്റുമ്പോൾ നമുക്കറിയാതെ ആ ഒരു ഇമേജ് നമുക്ക് വരും. That is the beginning of a new world. നമ്മൾ ആരെയും വേദനിപ്പിക്കാതെ എല്ലാവർക്കും അവരുടേതായ ഇടങ്ങളുള്ള സ്ഥലങ്ങൾ. വെർജീനിയ വൂൾഫ് എന്ന് പറയുന്ന എഴുത്തുകാരി, അവർ 1950കളിൽ എഴുതി തുടങ്ങിയപ്പോൾ അവരുടെ ഒരു പ്രത്യേകമായ ഒരു ശൈലിയായിരുന്നു വൺ റൂം ഫോർ ഹർ. റൂം എന്ന് പറയുന്നത് ഒരു പ്രത്യേക കോൺക്രീറ്റ് ബിൽഡിങ്ങിലെ റൂമല്ല, ഒരിടം, അവൾക്കും ഒരിടം. ആ ഇടം തേടി നടക്കുന്ന, ആകാശം നഷ്ടപ്പെട്ടവർക്ക് ആകാശത്തെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന, ക്രിസ്തുവിനെ പോലെ കൂനിയായ സ്ത്രീക്ക് അവളുടെ ആകാശം തിരിച്ചു കൊടുത്ത, സമൂഹം മാറ്റി നിർത്തിയ മേരി മഗ്ദലീൻ
അവളുടെ വ്യക്തിത്വം തിരിച്ചു കൊടുത്ത ക്രിസ്തുവിനെ പോലെ ആ ക്രിസ്തുവിനെ ധരിക്കുവാൻ നമുക്ക് സാധിക്കുമോ? ഇതൊരു വലിയ ചിന്തയാണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒക്ടോബർ 2 മുതൽ കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നീതി വേണമെന്ന് പറഞ്ഞ് ഒരു വന്ധ്യവയോധികയായ 81 വയസ്സുകാരി നിരാഹാരവ്രതം അനുഷ്ഠിക്കുന്നുണ്ട്. നമ്മുടെ സഭയും യുവജന സഖ്യവും ഒക്കെ അവരെ ചെന്ന് കണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിരുന്നു. ദയാഭായിയെ നേരിട്ട് കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരിടത്ത് എന്നോടൊപ്പം ദയാഭായി വന്നിട്ടുണ്ട്. ദയാഭായിയുടെ പച്ചവിരൽ എന്നൊരു ആത്മകഥ ഞാൻ വായിച്ചിട്ടുണ്ട്. ദയാഭായിയുടെ മുഖത്തു നിന്ന് ദയാഭായിയുടെ കഥയെപ്പറ്റി കേട്ടിട്ടുണ്ട്. പാലാ പൂവരണി സ്വദേശി മേഴ്സി മാത്യു എന്നാണ് അവരുടെ പേര്. ക്രിസ്തു നിയോഗത്തിലേക്ക്, പ്രേക്ഷിത വൃത്തിയിലേക്ക് ആകൃഷ്ടയായി നോർത്ത് ഇന്ത്യയിലെ ഒരു മഠത്തിൽ ചേരുകയാണ്. പക്ഷെ അവിടെ നടന്ന ചില പ്രത്യേക കാര്യങ്ങൾ, ആ കാര്യം എന്താണെന്ന് വിശദമായിട്ട് ദയാഭായി പറയും, അല്ലെങ്കിൽ പുസ്തകത്തിലും പറയുന്നുണ്ട്. ആ മഠത്തിന് ചുറ്റുമുള്ള ട്രൈബൽ വിമനാണ് അവിടുത്തെ ക്രിസ്മസിന് മഠം അലങ്കരിക്കുന്നത്. നമുക്കറിയാം, ഈ കോൺവെൻറ്റ്സ് ഒക്കെ കണ്ടിട്ടുള്ളത് നിങ്ങൾക്കറിയാം, വളരെ സുന്ദരമായിട്ട് അവരത് സൂക്ഷിക്കുന്നത്. നല്ല ചെടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ് ഈ കോൺവെൻറ്റ്സ് കാണാൻ. അവിടെ മുഴുവൻ ഈ ട്രൈബൽ ആൾക്കാരാണ് ക്രിസ്മസിനൊക്കെ വേണ്ടി ഭയങ്കരമായിട്ടത് അലങ്കരിക്കും. പക്ഷേ ആ ക്രിസ്മസിൻ്റെ ഡിന്നറിൻ്റെ ദിവസം അവർക്ക് ആർക്കും അവിടെ പ്രവേശനമില്ല. അവരുടെ കാരളിങ്ങും ഡിന്നറുമൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ബാക്കി വരുവാണെങ്കിൽ നെക്സ്റ്റ് ഡേ അവർക്ക് കൊടുക്കും. ഇത് 2 വർഷം ആവർത്തിച്ച് കഴിഞ്ഞപ്പോൾ ദയാഭായിക്ക് തോന്നി, ഈസ് ദിസ് റിയലി ദ ഐഡിയൽ തിങ് ക്രൈസ്റ്റ് വാണ്ട് ഫ്രം us ആസ് എ ചോസൻ കമ്മ്യൂണിറ്റി, ആസ് എ നൺ? So she left the convent and she went to ബറൂൾ, ഒറീസയുടെ പ്രദേശങ്ങളിലൊക്കെ ചെന്നിട്ട് അവിടെയാണ് അവർ ദയാഭായി എന്നുള്ള പേര് സ്വീകരിച്ചത്. അവരിൽ ഒരാളായി മാറാൻ, മേഴ്സി എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് നെയിമാണ്, അവരിൽ ഒരാളായി മാറാനായിട്ട് ദയാഭായി അവരെ പോലെ വേഷം ധരിച്ചു. ദയാഭായിയുടെ മുഖത്തൊന്ന് അടുത്ത് നോക്കിയാൽ നമുക്കറിയാം, വെട്ടും ഒക്കെ ഉള്ള പോലെയുള്ള ചില ചുളിവുകളുണ്ട്. തരിശായി കിടക്കുന്ന നിലങ്ങൾ ഇങ്ങനെ വെണ്ട് കീറിയിരിക്കും. തമിഴ്നാട്ടിലെയൊക്കെ ചില പാടങ്ങൾ കാണുമ്പം പോലെയാണ്. അവരുടെ കാലും അതുപോലെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ക്രിസ്തുവിനെ മണക്കും ദയാഭായിയെ മണത്താൽ. ഞാൻ ഉപയോഗിക്കുന്ന പെർഫ്യൂം, എൻ്റെ ഫേവറേറ്റ് പെർഫ്യൂം ക്ലോയിയാണ്. എനിക്കുള്ള മണം ക്ലോയിയുടെ മണമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ഈ ലോകം വിട്ട് പോയി കഴിയുമ്പോൾ ക്ലോയി പെർഫ്യൂമിൻ്റെ മണം അടിച്ചാൽ എൻ്റെ പിള്ളേർ പറയും, ഓ മമ്മീസ് ഫേവറേറ്റ് പെർഫ്യൂം, ഹർ സ്മെൽ ഈസ് ക്ലോയി. ക്രിസ്തുവിനെ മണക്കുമോ? ആ ക്രിസ്തുവിനെ മണക്കാൻ നമുക്ക് ക്രിസ്തുവിൻ്റെ സുഗന്ധം വരുമോ ചോദ്യമാണ്. നമ്മുടെ ഡയസീഷ്യൻ സെക്രട്ടറി അച്ഛൻ എഴുതിയ ഒരു പുസ്തകം അച്ഛൻ ഇന്നലെ എനിക്ക് തന്നു. അച്ഛൻ്റെ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ക്രിസ്തുവിൻ്റെ സുഗന്ധം എന്നുള്ളതാണ്. വളരെ ഈസിയാണ്. അരോമ ഓഫ് ക്രൈസ്റ്റ് പറയുമ്പോൾ നല്ല രസമാണ്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ക്യാരി. ആൻഡ് ഇറ്റ്സ് നോട്ട് ഓൺലി വൺ ടൈം, ഇറ്റ് ഈസ് എ സസ്റ്റെയിൻഡ് പ്രോസസ് ഓഫ് ക്യാരിയിങ് ഹിം ഓൾ ദ വേ. ഇറ്റ്സ് എ ലോങ് വേ പ്രോസസ്. ഹൃദയത്തിൻ്റെ പുറത്തുള്ള മൂടുപടം മാറണമെങ്കിൽ അവങ്കിലേക്ക് നോക്കണം. അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ലാഘവത്വം, അപ്പോഴാണ് നമ്മളിലേക്ക് കണ്ണാടി പോലെ അവൻ പ്രതിബിംബിക്കുകയും നമുക്കവനെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യാൻ സാധിക്കുന്നത്. അവനെ നമുക്ക് പ്രതിഫലിപ്പിക്കാം. ഇന്ന് എൻ്റെ അമ്മയുടെ 79ാം ജന്മദിനമാണ്. ഞങ്ങൾ 4 പെൺമക്കളുടെ അമ്മ. ഞാനാണ് ഏറ്റവും ഇളയ ഒരു കുരുത്തങ്കെട്ട കുട്ടി. അമ്മ ഒരു സാധാരണ ഒരു അധ്യാപക, വലിയ ഭൂമിയോ അങ്ങനെ ബാങ്ക് ബാലൻസോ ഇല്ലാത്ത ഒരു കുടുംബം, വളരെ ആവറേജ് ആയിട്ടുള്ള. എന്നാൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ചിന്തിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് നോട്ട് ദാറ്റ് ലോ. സംഹൗ മൈ ഡാഡ് വാസ് ഏബിൾ ടു മാനേജ് ഇറ്റ് ഗുഡ്. വിദ്യാഭ്യാസം, വായന, ഇതൊക്കെ നമുക്ക് തരാൻ ശ്രമിച്ച ഒരു കുടുംബം, 4 പെൺകുട്ടികൾ. അമ്മ അങ്ങനെ ഒരുപാട് കരഞ്ഞിട്ടൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ എപ്പോഴും അമ്മയിലൊരു ഒരു കോൺഫിഡൻസ് ആ മുഖത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് പോലും ഞാൻ രാവിലെയൊക്കെ വിളിക്കുന്നെങ്കിൽ എന്നോട് പത്രവാർത്തകളാണ് ചോദിക്കുന്നത്. ഈ പത്രം വായിച്ചോ, ആ ന്യൂസ് കണ്ടോ. ഷീ ഈസ് വെരി അപ്ഡേറ്റഡ് അബൌട്ട് വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദ കമ്മ്യൂണിറ്റി. സാറിൻ്റെ ഭാര്യ എന്നതിലുപരി ഷീ ഹാസ് ഹെർ ഓൺ, മേരിക്കുട്ടി മാമ എന്നൊരു വ്യക്തിത്വം ക്യാരി ചെയ്ത ഒരാളാണ്. അപ്പോൾ ഈ കഴിഞ്ഞ മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, ഈ
എല്ലാവരും ഭയങ്കരമായിട്ട് കരയുന്ന അമ്മമാരെ പറ്റി പറയുന്നത് കേൾക്കാം. ഞാൻ അമ്മച്ചി ഒന്ന് കരയുന്ന കണ്ട്, നിങ്ങളൊന്ന് കരഞ്ഞിട്ടില്ലേ? അപ്പം അമ്മച്ചി പറഞ്ഞു, നീനൊക്കെ എപ്പോൾ കരയേണ്ടത് കാണണമായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞു ഇങ്ങനെ കരയുന്ന കാര്യങ്ങളൊക്കെ ഒത്തിരി ഇങ്ങനെ കേട്ട് ഒരു ടെൻഷനും ഇല്ലായിരുന്നു ഈ 4 പെൺപിള്ളേരെയും കണ്ട്. അപ്പം അമ്മച്ചി പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട് എന്നോട്, എനിക്ക് വിശ്വസിക്കാൻ ഒരു ദൈവമുള്ളപ്പോൾ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, കരയാനൊരിടമുണ്ട്. ഡാനിയലിന് പ്രാർത്ഥിക്കാനൊരിടമുണ്ടായിരുന്നു, പ്രാർത്ഥിക്കാനൊരു സ്കെഡ്യൂൾ ഉണ്ടായിരുന്നു, പ്രാർത്ഥിക്കാനൊരു ദിശയുണ്ടായിരുന്നു. അതുപോലെ കരയാനൊരിടമുണ്ടായിരുന്നു. ഇന്ന് 79ാം ജന്മദിനം ആഘോഷിക്കുകയാണ്. എൻ്റെ ഫാദർ 2014 ഈ ലോകത്ത് നിന്ന് വിട്ടുപോയി. വളരെ സുന്ദരമായൊരു മരണമായിരുന്നു. ഏറ്റവും അവസാനം അതാണ്, സഹനത്തിൽ മറ്റുള്ളവരെ ചേർത്ത് നിർത്താൻ ക്രിസ്തുവിന് പറ്റുമല്ലേ? കുരിശിൽ കിടക്കുമ്പോഴും കൂടെയുള്ളവരെ ചേർത്ത് നിർത്താനായിട്ട് പറുദീസ കൊടുക്കാൻ പറ്റിയ ക്രിസ്തു. എൻ്റെ ഫാദറും മരിക്കുമ്പം അവസാനം പറഞ്ഞതാ, അമ്മ ഡയബറ്റിക്കാണ് ഫോർ ലാസ്റ്റ് 30 years. സോ അപ്പൻ്റെ ഒരു സ്വഭാവം ഉള്ളതെന്ന് വെച്ചാൽ ഈ മെഡിസിൻ തീരുന്നതിന് മുമ്പേ സ്റ്റോക്ക് പൈൽ ചെയ്യും, ഈ ഇൻസുലിനും കാര്യങ്ങളും. അപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞതാ, ഇൻസുലിൻ്റെ കാര്യത്തിൽ വിഷമിക്കണ്ട, പെൻഷൻ പേപ്പറെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ പറഞ്ഞു ഫിസിഷ്യനോട്, ഇവളെ നോക്കിക്കോണം. സോ ദാറ്റ് ഫിസിഷ്യൻ ഇസ് റിയലി ടേക്കിംഗ് കെയർ ഓഫ് ഹർ. നമ്മൾ കൊച്ചമ്മ സൂചിപ്പിച്ചു, എന്താണ് നമ്മുടെ ഭവനത്തിൽ കണ്ടത്? നമ്മൾ കണ്ടിട്ടുണ്ട് ധാരാളം നമ്മുടെ അമ്മമാരൊക്കെ കൊടുത്തിട്ടുള്ളത്. ഉടുത്തുകൊണ്ടിരിക്കുന്ന സാരി കഴുകി ഉണക്കിയിട്ടിട്ട് തിരിച്ചു വാ, ഞാൻ തരാമെന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾക്ക് തിരിച്ച് മറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ നമ്മൾ കണ്ടവരിലൂടെ, നമ്മളെ വളർത്തിയവരിലൂടെ നമ്മുടെ ഹൃദയത്തിൻ്റെ മൂടുപടമൊക്കെ മാറ്റി കുറച്ചുകൂടെ നയഞ്ഞ്, കുറച്ചുകൂടെ സന്തോഷത്തോടെ റിജോയ്സ് ചെയ്യാൻ, കുറച്ചുകൂടെ പ്രതികൂലങ്ങളുടെ നടുവിലും അഡ്വേഴ്സിറ്റീസിൻ്റെ നടുവിലും ഒന്ന് ചിരിക്കാൻ നമുക്ക് സാധിച്ചാൽ, അനുതാപത്തിൻ്റെ നോട്ടം മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിച്ചാൽ, അവിടെയാണ് നമുക്കവനെ പ്രതിഫലിപ്പിക്കാൻ സാധിക്കുന്നത്. ഇതെൻ്റെ ഒരു പേഴ്സണൽ ഫിലോസഫിയാണ്. അവിടേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു ചുമ്മാ ചോദ്യം ചോദിക്കാം. 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്നാമത്തെ ഒരു കാര്യം, സേവികാ സംഘം എന്നൊരു ഓർഗനൈസേഷൻ. ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ്സ് വെരി ഫാസിനേറ്റിംഗ്. ഇറ്റ്സ് ഓൾവേസ് ഐ തിങ്ക് അബൌട്ട് സേവികാ സംഘം വിത്ത് മച്ച് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ചുമതല എന്താ? പള്ളിയിൽ പുതിയ അച്ഛൻ പോകുമ്പോൾ നമ്മൾ പാഴ്സനേജ് പോയി നോക്കുമല്ലേ, കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടോ? അവിടെ സ്പൂണുണ്ടോ, ഫോർക്കുണ്ടോ, എല്ലാം അവിടെ ഉണ്ടോ? ഇല്ല, കുറവുണ്ടെങ്കിൽ ഇൻവെൻറ്ററി എടുക്കുക, കത്തിക്ക് മൂർച്ച പോരെങ്കിൽ പുതിയ കത്തി മേടിച്ച് വെക്കുക. സേവികാ സംഘത്തിൻ്റെ നമ്പർ 1 ജോലി. രണ്ടാമത്തെ ജോലി, പുതിയ അച്ഛൻ വരുന്നു, ഒരാഴ്ചത്തേക്കുള്ള മോര്, മീൻകറി, ചോറ്, ഇതൊക്കെ എവിടുന്ന് വരുന്നു? അല്ലേ? സേവികാ സംഘം ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് സജീവവും ക്രിയാത്മകവുമായ മറ്റു രംഗങ്ങളിലേക്ക് സേവിനിമാർക്ക് കടന്നു വരാൻ പറ്റാത്തത്? നമ്മളൊരു നേഴ്സ് എന്ന് കണ്ണടച്ച് കേട്ടാൽ ആരുടെ രൂപമായിരുന്നേ? ഒരു പെണ്ണല്ലേ. ഒരു ഡോക്ടർ എന്ന് കേട്ടാൽ ആര് വരും? ദാറ്റ് ഈസ് എ സ്റ്റീരിയോടൈപ്പ്, റൈറ്റ്? നമ്മുടെ മനസ്സിൽ അങ്ങനെയാണ്. നമ്മുടെ മനസ്സിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇറ്റ്സ് എ ബയാസ്. ഞാൻ പറയുന്നേ ഉള്ളൂ, മാറ്റേണ്ടെന്ന്. എനിക്ക് മാറ്റണമെന്ന് ഒരു നിർബന്ധമില്ല. ഇനി ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇത് കേട്ടോ. ഒരു മകൻ, he was an excellent student in one of the biggest universities and he had a master's from a business degree in that university. അപ്പം he is back at home and he's applying in a lot of MNCs. MNCs are multinational companies. So he got a job interview call from one of the companies. So dad is driving him. Okay, listen, this is a question, okay? It's a trivia. So dad is driving him to the office where the interview is going to happen. സോ അവിടെ ചെന്നു ഡാഡിനെ ഗുഡ് ലക്ക് പറഞ്ഞു. മോൻ ഇറങ്ങുന്നു, ഈ MNC ഓഫീസിലേക്ക് നടക്കുന്നു. അപ്പോൾ മോനൊരു ടെക്സ്റ്റ് മെസ്സേജ്, ദാറ്റ് CEO ഓഫ് ദാറ്റ് കമ്പനി. ടെക്സ്റ്റ് ഇങ്ങനെയാണ്, ഗുഡ് ലക്ക് സൺ. അപ്പം മോൻ ഇങ്ങനെ തിരിഞ്ഞ് നോക്കി ഡാഡിയെ നോക്കി അവൻ ചിരിച്ചിട്ട് നടന്നു പോകുന്നു. ആരായിരിക്കാം ആ ടെക്സ്റ്റ് ചെയ്തത്? ഡാഡ്. CEO ക്യാൻ ബി എ മാൻ, റൈറ്റ്? ദാറ്റ് വാസ് എ മാം. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? That was a mom. നമുക്കിതാണ് പ്രശ്നം. We are biased. CEO എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആരെ നോക്കുന്നത്? ഗൂഗിൾ പിച്ചായി, സത്യ നഡാല, മൈക്രോസോഫ്റ്റും ഗൂഗിളും, അല്ലെങ്കിൽ അദാനി, അംബാനി, യൂസഫ് അലി, ഇവരൊക്കെ നമ്മുടെ മനസ്സിൽ CEOs. ബിൽ ഗേറ്റ്സ്, ഇന്ദ്രനൂയെ നമ്മൾ ഓർക്കത്തില്ല, പെപ്സിക്കോയുടെ. സോ ദിസ് ഈസ് എ ബയാസ്. നമ്മൾ തന്നെ ബയാസ്ഡാ. സോ അമ്മയായിരുന്നു ആ കമ്പനിയുടെ CEO. ഷീ ടെക്സ്റ്റ് സൺ, ഗുഡ് ലക്ക് സൺ.
Bias is a big deal. We have to make sure how we can break the bias. So this is my personal statement. Envision the world where women share power to lead and serve. We can serve because who showed us the best leadership? That is Jesus. Servant leadership. I work in a Catholic healthcare. So every meeting, everything that we do, that is all based on the servant leadership of Jesus Christ. I think my master's project, the final paper was on servant leadership. So serve and face challenges. There could be challenges, not easy. With love, courage, compassion, optimism, humor, and action. It's easy. It is easy if you have that conviction. ഇന്നലെ ഞാൻ പറഞ്ഞു പേഴ്സണലൈസ് ചെയ്ത് വിക്ടിമൈസ് ചെയ്ത് മറ്റുള്ളവരെ പ്ലീസ് ചെയ്തൊരു ലീഡർഷിപ്പാണ് നടക്കത്തില്ല. We cannot please everybody, right? Two things I have never do in my life, in my leadership roles. I never please someone and I never victimize myself. Poor me attitude we cannot have. If I am thinking I am poor me, then the Christ inside me will be not happy, right? How can we say that? So envision a world where we share the power to lead and serve with courage, with compassion, and with love and optimism, humor and action. നമ്മുടെ പള്ളിയിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത ഫിലിപ്പങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ഹി വാസ് എ വൈസ് പ്രസിഡന്റ് വെൻ ഐ വാസ് എ സെക്രട്ടറി ദെയർ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ് വാസ് എ ഗ്രേറ്റ് ടീം ദാറ്റ് ഐ വാസ് സോ കംഫർട്ടബിൾ and I feel like so productive and we did the ministry together. അപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങളൊരു പാഴ്സനേജ് വെക്കാൻ പോയപ്പം ലോട്ടിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ ചില ഭൂമികളിൽ നമുക്ക് വീട് വെക്കാൻ പറ്റത്തില്ല, അവിടെ വേറെ സാധനങ്ങളെ വെക്കാൻ പറ്റൂ. അപ്പോൾ അതിന് സോണിംഗ് എന്ന് പറയും. സോ ഈ പർട്ടിക്കുലർ ഭൂമിക്ക് R1 സോണിംഗ് ആയിരുന്നു. R1 സോണിങ്ങിൽ നമുക്ക് വീട് വെക്കാൻ പറ്റത്തില്ല. വി ഹാവ് ടു ചേഞ്ച് ദിസ് R1 to R3 സോണിങ്. സോ ഈ R3 സോണിങ് ആയി സിറ്റിയിൽ അനൗൺസ്മെൻറ്റ് വന്നപ്പോഴത്തേന് നെയ്ബേഴ്സിന് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവർ വിചാരിച്ചു ഇവിടെ നമ്മൾ ടൗൺ ഹൗസ് വെച്ച് വിൽക്കാൻ പോകുമായിരിക്കുമെന്ന്. സോ ദേ വെൻറ്റ് ടു ദി സിറ്റി ഹാൾ. So we presented our church and our needs in the city hall and we told this is what we are going to do. They all came with their arguments. So twice we had to be there. We did a PowerPoint presentation in the city hall in front of all those people who are sitting and in front of all this white neighborhood. And later what we did, we invite them to have a talk in our meeting in our church. So we had a very beautiful table set for them. It was not with the neyyapam and the ethikappam. It was with the cheese, crackers, cut fruits and water and, So we did it. We were able to do it. സജീവവും ക്രിയാത്മകമായ ഇടങ്ങളിൽ കമ്പാഷനോടെ, ലവോടെ, ക്രിസ്തുവിൻ്റെ ധൈര്യത്തോടെ, when fear knock at your door, faith should open the door, not the fear. So we can സേവികാ സംഘംകാരോട് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, when you get a table, please try to grab that and sit. We will go to the next. So reconnecting the spaces. ഇന്നലെ ഞാൻ 4 സ്പേസസിനെ പറ്റി പറഞ്ഞു, ഓർമ്മയുണ്ടോ? ചേഞ്ചസ്, സ്വിച്ചസ്. ആധുനിക കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്ന 3 കവികളുണ്ട്. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഉള്ളൂരിൻ്റെ ഖണ്ഡകാവ്യമാണ് പ്രേമ സംഗീതം. നിങ്ങൾ പലരും പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ, അല്ലേ? അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ? വെളിച്ചം കൈവശമുള്ളവനെന്നും വിശ്വം ദീപമയം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിനകത്തൊരു പ്രത്യേക വരി എനിക്കിഷ്ടമാണ്. അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപനീശ്വരൻ അദൃശ്യനാകിൽ എന്താശ്ചര്യം. മനസ്സിലായോ? അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപനായ ഈശ്വരൻ അദൃശ്യനായതിൽ എന്താശ്ചര്യം. തൊട്ടടുത്ത് നിൽക്കുന്ന അനുജനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ അരൂപനായിരിക്കുന്ന ഈശ്വരൻ അദൃശ്യനായിരിക്കുന്നതിൽ ഒരു ആശ്ചര്യവുമില്ല. എത്ര അനുജന്മാരെ, അനുജത്തിമാരെ നമ്മൾ കാണാതെ പോകുന്നുണ്ട്, കേൾക്കാതെ പോകുന്ന നിലവിളികൾ. നമ്മൾ ഈ കഥകൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുമ്പം ഈ സമരിയൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങ് പോവും. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഫ്ലൈറ്റ് എടുത്ത് അങ്ങ് ചെല്ലും, അല്ലേ? അവിടെ വരെ ഒന്നും പോണ്ട. ഇതിപ്പോഴും ഉണ്ട്, നമ്മുടെ ഇടങ്ങളിലുണ്ട്. നമ്മൾ ഈ പള്ളിയുടെ ഇടനാഴികളിലുണ്ട്, നമ്മുടെ പ്യൂസിൽ നമ്മുടെ അപ്പുറം ഇരിക്കുന്ന ആൾക്കാരിലുണ്ട്, മുറിവേറ്റവരുണ്ട്. നമ്മൾ കാണാതെ പോകുന്ന നിലവിളികളും, കാണാതെ പോകുന്ന കണ്ണീരും, കേൾക്കാതെ പോകുന്ന നിലവിളികളുമുണ്ട്.
അവിടെയാണ് നമ്മൾ കാതോർക്കേണ്ടത്. അപ്പോൾ ഈ കഥ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ദൂരെ എങ്ങും പോകണ്ട. So how are you connecting the divine and the human together? So only look at Jesus Christ, the 100% human, the 100% God, how he united and showed us the same emotions that we went through, we are going through. Pain, grief, love, loss, everything he experienced, temptations. ഇവിടെയാണ് ഈ connections, how we can do the connections. Go to the next slide. Tradition as a blessing. ഇന്ന് രാവിലെ ഈപ്പനച്ചൻ വളരെ നന്നായിട്ടത് പറഞ്ഞു. തീർച്ചയായിട്ടും മാർത്തോമാ പാരമ്പര്യം ഭാഗ്യമാണ്. നമ്മൾ സഭയിലായിരിക്കുന്നത് ഭാഗ്യമാണ്. നമുക്ക് ആ സഭയിൽ വളരാൻ പറ്റിയത് നമ്മുടെ ഭാഗ്യമാണ്. ഈ വേദപുസ്തകത്തെ അറിയാൻ പറ്റിയത് നമ്മുടെ ഭാഗ്യമാണ്. സേവികാ സംഘത്തിലായിരിക്കുന്നത്, അതിൻ്റെ ഒരു മെമ്പർ എന്ന് പറയുന്നതൊക്കെ ഭാഗ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ വേർഷിപ്പിൻ്റെ ഒരു അവസ്ഥയിലേക്ക് വന്നത്, ആരാധനയിലേക്ക് കടന്നു വന്നത് നമ്മുടെ സഭയിലൂടെയാണ്. ഈ വേർഷിപ്പ് ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പള്ളിയിൽ പോകാത്ത ആൾക്കാർ ഞായറാഴ്ച പകലിരുന്ന് വറി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ ആൾക്കാരല്ല, ഈ പള്ളിയുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ആൾക്കാർ. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ we are getting that worry out of that worship. A lot of time our kids think the noise, the music, and couple of promising thoughts, that is the worship. And they feel so comfortable in it. അതൊരു ഫ്ലാഷ് മോബ് ചെയ്യുന്ന പോലെയുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ആൾക്കൂട്ടത്തിൽ നമുക്കൊരു ബഹളം. പക്ഷേ എന്നിട്ട് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്കുള്ള ഊർജ്ജം ഉണ്ടോ ഇതിനകത്തുനിന്ന്? ആ മെസ്സേജിനകത്തുനിന്ന് ഒരാഴ്ചത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും കിട്ടിയോ? John 3:16. Okay, that's good. We knew that. യഥാർത്ഥമായ ആരാധന, വർഷിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനെപ്പറ്റി നമ്മൾ ഇച്ചിരി പഠിക്കാൻ ശ്രമിച്ചാൽ, ആരാധന എന്ന് പറയുന്നത് ക്രോസ് കൾച്ചറലാണ്. ആരാധന ട്രാൻസ് കൾച്ചറലാണ്. ആരാധന ഒരു കൗണ്ടർ കൾച്ചറാണ്. ആരാധന കോണ്ടെക്സ്റ്റുവലാണ്. പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു പ്രശ്നം, പല ട്രഡീഷനെയും നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആരാധനയ്ക്ക് തദ്ദേശീയമായ ചില മാറ്റങ്ങളുണ്ട്, നമ്മൾ മനസ്സിലാക്കാതെ പോകും. കോണ്ടെക്സ്റ്റുവൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, വിവാഹത്തിൽ നമ്മൾ ഈ പുടവ കൊടുക്കുന്ന രീതി പണ്ട് നമുക്കറിയാം അത് എവിടെ നിന്ന് വന്നൊരു കൾച്ചറാണ്. ദർ ഇസ് ലോട്ട് ഓഫ് തിങ്സ് ഇൻ അവർ കൾച്ചർ. ഈ കൾച്ചറിനെ ഏറ്റവും മുറുകെ പിടിക്കുന്ന ഒരു സമുദായമാണ് ക്നാനായ കമ്മ്യൂണിറ്റി, അല്ലേ? ഞാൻ ഈ അടുത്ത സമയത്ത് അവരുടെ ഒരു KCSൻ്റെ ഒരു കലാമേളയ്ക്ക് ഞാൻ ജഡ്ജായിട്ട് പോയി പ്രസംഗത്തിന്. കൊച്ചു കുട്ടികൾ മലയാളത്തിൽ പഠിച്ച് അവർക്ക് എന്താണെന്ന് പോലും അറിയാതെ അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഗൂസ് ബംസ് ഉണ്ടായി അവരുടെ കൾച്ചറിനെ പറ്റി. ചേരമാൻ പെരുമാളിൻ്റെ കഥ, AD 320 ക്നായിത്തൊമ്മൻ വന്നിറങ്ങിയ കഥ, അവരുടെ ജൂയിഷുമായിട്ടുള്ള കണക്ഷൻ, അവരുടെ മൈലാഞ്ചി, അവരുടെ എൻഡോഗാമി. ഞങ്ങളെല്ലാവരും എൻഡോഗാമി ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ കൾച്ചറിൽ നിന്നല്ലാതെ വേറെ കല്യാണം കഴിക്കത്തില്ലെന്നൊക്കെ 5 വയസ്സുള്ള കുഞ്ഞുങ്ങൾ വന്നെന്ന് പറഞ്ഞിട്ട് പോയി. We practice endogamy. We are a miracle in front of the world. There are cultures strongly bound. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു വായിച്ച കാര്യം നിങ്ങൾക്ക് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇത് വളരെ അസ്വാഭാവികമായിട്ടും അവിശ്വസനീയമായിട്ടും നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഇത് ഞാൻ വായിച്ചതും കൺവിൻസ്ഡുമായൊരു കാര്യമാണ്. ഇന്തോനേഷ്യയിലെ പല പള്ളികളിലും ആരാധനയ്ക്ക്, കുർബാനയ്ക്ക് കൊടുക്കുന്നത് ചോറിൻ്റെ ചെറിയ ഉരുളകളും ചായയുമാണ്. ഇറ്റ്സ് നോട്ട് എ ജോക്ക്. ബിക്കോസ് ഇന്തോനേഷ്യയിലെ സ്റ്റേപ്പിൾ ഫുഡാണ് ചോറും ചായയും. അപ്പവും മീഞ്ഞും അവിടുത്തെ പ്രാക്ടീസ് അല്ല. ബ്രെഡ് ആൻഡ് വൈൻ അവിടുത്തെ പ്രാക്ടീസ് അല്ല. അവിടെ ചോറും ചായയും അത്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഈ എഴുതിയിരിക്കുന്ന ആളതിൻ്റെ അറ്റത്ത് ഒരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്, യേശു ഇന്തോനേഷ്യയിൽ ജനിച്ചിരുന്നെങ്കിൽ ഇതായിരുന്നേനെ. ഇറ്റ്സ് കോണ്ടെക്സ്റ്റുവൽ. വർഷിപ്പ് ഇസ് കോണ്ടെക്സ്റ്റുവൽ. വർഷിപ്പ് ഇസ് ക്രോസ് കൾച്ചറൽ. പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഈ ടൈമിനെയും സ്പേസിനെയും ഒക്കെ അതീതമായിട്ട് കടന്നു പോകാൻ കഴിയുന്ന ഒരു കാര്യമാണ് ആരാധന. ഞാൻ അതിനകത്ത് തന്നെ കുറച്ച് നിൽക്കുന്നില്ല. ഇറ്റ്സ് എ കൗണ്ടർ ലിവിങ്. കൗണ്ടർ ലിവിങ് എന്ന് പറയുമ്പോൾ ബഹളമയമായ പുറത്തെ ജീവിതത്തിൽ നിന്ന് അകത്തേക്ക് വന്ന് സെൽഫ് ഐസൊലേഷനെ മാറ്റി ഒരു കോർപ്പറേറ്റ് വർഷിപ്പിൻ്റെ ഭാഗമാകാൻ കഴിയുന്നതാണ്. ദാറ്റ് ഈസ് എ കൗണ്ടർ ലിവിങ്. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇതൊരു ഒരു 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 വടംവലിയാണ്, ഫെയ്ത്ത് ട്രഡീഷൻ ആൻഡ് കൾച്ചറൽ ട്രഡീഷൻ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. എനിക്ക് എൻ്റെ പള്ളിക്കാർ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര ഒരു പള്ളിക്കാര്യങ്ങൾ പറയാനൊരു, നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ, അവിടെ നിന്നും പോയി ആരോടും പറയരുത് ഞാനിതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞെന്ന്.
അപ്പോൾ ഈ 2017 ഡിസംബർ 31 എന്നുള്ളത് ഒരു സാറ്റർഡേ ആയിരുന്നു. ഞാൻ പ്രേതകഥയൊന്നും പറയാൻ പോവല്ല, ആ രാത്രി, അർദ്ധരാത്രി. അപ്പോൾ ഡിസംബർ 31 ശനിയാഴ്ച രാത്രി, നമുക്ക് എല്ലാവർക്കും അറിയാം വാച്ച് നൈറ്റ് സർവീസ് ഉണ്ടല്ലേ പള്ളിയിൽ. വാച്ച് നൈറ്റ് സർവീസ്, സാക്ഷ്യം, വിറ്റ്നസിങ്, കുർബാന. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇടങ്ങളിൽ പായസമുണ്ട്. നിങ്ങളുടെ ഇവിടെ ഇനി കേക്കാണോ പായസമാണോ എന്നറിയാം, ഞങ്ങളുടെ ഇവിടെ പായസമുണ്ട്. അപ്പോൾ ഈ പായസമൊക്കെ കുടിച്ചിട്ട് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ 2:30 മണിയാവും രാവിലെ. അപ്പോൾ ഈ എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് ഭയങ്കര രസമല്ലേ നമ്മൾ ആ രാത്രിയിൽ എല്ലാവരും പറഞ്ഞു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസിച്ച് നമ്മൾ പോയി. പക്ഷെ അതുകൊണ്ട് പിറ്റേ ദിവസത്തെ സൺഡേയിൽ നമ്മൾ കുർബാന വേണ്ട എന്ന് വെച്ചു. അന്ന് വികാരിക്കും അസിസ്റ്റൻ്റ് വികാരിക്കും ഈ സെക്രട്ടറിയായി എനിക്കും ധാരാളം കോളുകൾ വന്നു. ഒരു ശരാശരി മർത്തോമാക്കാരന് ഞായറാഴ്ച രാവിലെ പള്ളി അടഞ്ഞു കിടക്കുന്നത് ചിന്തിക്കാൻ പോലും ആകാത്ത കാര്യമാണ് അല്ലേ? പക്ഷെ ഞാൻ ഈ വിളിച്ചവരെ ആരെയും കുറ്റം പറയത്തില്ല. കാരണം ദാറ്റ് ഇസ്, they cannot even think about it. A church is closed on a Sunday morning. Doesn't matter you just went at home at 3 o'clock or 4 o'clock, but church has to be open and we want people like to come and worship. പക്ഷെ അതിനുശേഷം 2 വർഷം നമ്മൾ ഞായറാഴ്ചകളിൽ അടച്ചിട്ടു. That's why I said it is contextual. Sometimes we can, right? പിന്നീട് നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? കുർബാന കാണാനുള്ളതല്ല, കൊള്ളാനുള്ളതാണ്. എത്രയോ ദിവസങ്ങളിൽ നമ്മളിങ്ങനെ നോക്കി നിൽക്കുക അല്ലേ? നമ്മുടെ അടുക്കളയിലൊക്കെ നിന്ന് ചക കുർബാന നോക്കി നിൽക്കുക അല്ലേ? കടുവറ കുർബാന നോക്കി നിന്നിട്ടില്ലേ? ഞാൻ ചെയ്തു ചിലപ്പോഴൊക്കെ. ഞാൻ അത്ര വലിയ ഇങ്ങനെ ഇരുന്ന് കണ്ടൊന്നുമില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ കണ്ടു കുർബാന. നിങ്ങളെല്ലാവരും അങ്ങനെ ഇരുന്ന് കണ്ടുകയാണെങ്കിൽ സോറി തിരുമേനി, ഞാൻ ഇച്ചിരി കുക്ക് ചെയ്തുകൊണ്ടൊക്കെ കണ്ടായിരുന്നു കുർബാന. സോ വാട്ട് ആർ വി ഡൂയിങ്? നമ്മുടെ പിള്ളേരെ നമ്മൾ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ് പുറത്തോട്ടിറങ്ങി എനിക്ക് പരിക്കൊന്നും പറ്റത്തില്ലല്ലോ അല്ലേ? നമ്മൾ ചില കാര്യങ്ങളിൽ ഭയങ്കര സൂക്ഷ്മതയാണ്. എനിക്ക് അതുകൊണ്ടാണ് ഈ യേശു പറഞ്ഞിട്ടുള്ള ഏറ്റവും കോമഡി ആയിട്ട് ഒരു ട്രോളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഈ മത്തായിയുടെ സുവിശേഷത്തിലുള്ളൊരു കാര്യമാണ്. നിങ്ങളിങ്ങനെ ഈ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ അങ്ങ് വിഴുങ്ങുകയും ചെയ്യും അല്ലയോ? വലിയ വലിയ കാര്യങ്ങളൊന്നും വലിയ പ്രശ്നമല്ല. നിങ്ങൾ ഇതൊക്കെ തലയിലിട്ടോണ്ടിരുന്ന് നുണ പറയുമോ, എന്ത് പറഞ്ഞാലും ഏഷണി പറയുമോ, ദുഷ്ടത്തരം പറയുമോ, ഒരു കുഴപ്പമില്ല. പക്ഷെ അത് വേണോ അവിടെ, അല്ലെങ്കിൽ പ്രശ്നമാണ് അല്ലേ? അത് കുഴപ്പമില്ല. കാരണം ഇതുണ്ടല്ലോ, പിന്നെ നമുക്ക് ഇവിടെ എന്തായാലും പ്രശ്നമില്ല. നമ്മുടെ പിള്ളേരെ നമ്മൾ പഠിപ്പിക്കും. ഇത് ഞാനൊക്കെ ഫസ്റ്റ് കമ്മ്യൂണിയന് ലീഡർഷിപ്പ് കൊടുക്കുന്ന കൂട്ടത്തിൽ അവർക്കറിയാം. അവരൊരു ദിവസം ഇത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന ആളിൻ്റെ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർ കുർബാന കൊള്ളാനൊക്കെ പോകത്തുള്ളൂ. ദേ ഡു ഇറ്റ്. അവർക്കത് എന്താണ് സംഭവം എന്ന് അറിയത്തില്ലേ പോലും അവർക്കറിയാം ഇതിട്ടുകൊണ്ടാണ് അവിടെ പോകേണ്ടതെന്ന്. പക്ഷേ ആർ വി ടു ഫോക്കസ്ഡ് ഓൺ ദാറ്റ്? ഇതെന്തായാലും കുഴപ്പമില്ല. കാരണം അവരിപ്പോൾ ഇംഗ്ലീഷ് ചർച്ചിൽ പോകുമ്പോൾ അതവിടെ സംഭവിക്കുന്നില്ല. ഇംഗ്ലീഷ് ചർച്ചിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല. ഇംഗ്ലീഷ് ചർച്ചിൽ നിങ്ങൾ വർഷിപ്പ് പോയിട്ടുണ്ടോ? കാത്തലിക് ചർച്ചസിൽ പോയിട്ടുണ്ടോ? ഇറ്റ്സ് സോ സൈലൻസ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ പറയും ഫോൺ എടുത്ത്, എൻ്റെ കാര്യമാണ് ഇതൊക്കെ പറയുന്നത്, ഫോൺ എടുത്ത് നോക്കും, അവിടെ നോക്കും, ഇവിടെ നോക്കും, ഇങ്ങനെ ഡിസ്ട്രാക്റ്റഡാണ് നമ്മൾ. പക്ഷേ ദേ സ്റ്റേ ദെയർ ഫോക്കസ്ഡ്. ഇറ്റ്സ് സോ ഇൻട്രസ്റ്റിംഗ് ടു സീ. എനിക്കൊരു ചാപ്പലുണ്ട് ഞങ്ങളുടെ ജോലിയിൽ. അപ്പോൾ അവിടെ ചിലപ്പോൾ കുർബാന നടക്കുമ്പോൾ ഞാൻ പോയി നിൽക്കും ചിലപ്പം. I watch all these people. They are 100% devoted into that. They are not distracted at all. But ഞാൻ ഈ പറഞ്ഞത്, what are we really looking at it? So how we can connect to the best things. So our rigidity, രാവിലെ അച്ഛൻ സൂചിപ്പിച്ച പോലെ പോളിൻ്റെ റിജിഡിറ്റി. അപ്പോൾ ഈ നമുക്ക് എന്ത് ചെയ്യാം, പക്ഷെ ചില കാര്യങ്ങൾ അങ്ങ് പാലിച്ചു കഴിഞ്ഞ് എന്താ പറയുക, ഞാനത് ഈ കെ.ആർ. മേരിയുടെ ഒരു വാചകമാണ്. ഇത് കെ.ആർ. മേരിയുടെ സുരിനി അണിഞ്ഞ പെൺകുട്ടി എന്നുള്ള കഥയിൽ നോവലിൽ പറയുന്നൊരു കാര്യമാണ്. അതായത് സമൂഹം ചില യൂണിഫോമുകൾ നമുക്ക് തയ്ച്ചു തന്നിട്ടുണ്ട്, ചതുര വടുവുകൾ എന്ന് പറയും. അതിനകത്തുനിന്ന് ഒരാൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വി ഗെറ്റ് ഈസിലി ഡിസ്ട്രാക്റ്റഡ്. അതുകൊണ്ടാണ് നമ്മുടെ പിള്ളേരൊക്കെ ചിലപ്പം എവിടെയെങ്കിലും പോകുന്ന വഴിക്കായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും അവർക്ക് പള്ളിക്ക് ഇന്ത്യൻ ഔട്ട്ഫിറ്റ് അല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊങ്ങ് അസ്വസ്ഥത. എൻ്റെ കൊച്ചു നിൽക്കുന്നുണ്ടോ, എല്ലാവരും ഇപ്പോൾ അവളെ നോക്കുമായിരിക്കും. നമുക്കൊങ്ങ് ആകും, എടീ നിന്നെ ഞാൻ ശരിയാക്കും, നുള്ളിയും പിച്ചിയൊക്കെ നമ്മൾ ഇനി മേലെ ഇട്ടുകൊണ്ട് വന്നേക്കരുത്. കാരണം ഈ നമ്മുടെ കോൺസെൻട്രേഷനെ പോയി അല്ലേ? ബിക്കോസ് വി വിൽ ഓൾവേസ് ലുക്ക് വാട്ട് ആർ യു പ്രസൻറ്റിങ് യുവർ സെൽഫ്, ട്രൂലി വാട്ട് വി ആർ ദെയർ ഫോർ. So think about it, in the new world where we are giving importance, the traditions that which is rooted on the faith or only traditions only. So വിശ്വാസമില്ലാത്ത ആചാരങ്ങൾ
ആചാരങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഞാൻ ഈസി ആയിട്ട് പറഞ്ഞിട്ട് തരാം. അയിത്തം, ക്ഷേത്രപ്രവേശനം, ഇതൊക്കെ ആചാരങ്ങളായിരുന്നു. ഇങ്ങനെയുള്ള പഴയ ദുരാചാരങ്ങൾ മാറി നവോത്ഥാന നായകൻ എന്ന് പറഞ്ഞ നമ്മുടെ ശ്രീനാരായണ ഗുരു, നമ്മുടെ പ്രിയപ്പെട്ട മെത്രാപ്പൊലിത്തയുടെ റിസർച്ച് ടോപ്പിക്കായിരുന്നു അത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഈഴവ ആ ഒരു സൈഡിലോട്ടുള്ള റിസർച്ച് സ്റ്റഡി അദ്ദേഹം ചെയ്തതാണ്. അദ്ദേഹം ഒരു നവോത്ഥാന നായകനായിരുന്നു. ഒരുപാട് അയിത്തം അതുപോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് കേരളത്തിൽ ശ്രമിച്ച ഒരു ആളാണ്. അപ്പോൾ ഇതുപോലെ വാട്ട് ആർ വി ഗോയിങ് ടു ഡു വെൻ നമ്മൾ ക്രിസ്തുവിനെ പ്രതിബിംബിക്കുമ്പോൾ എവിടെയാണ് ഇമ്പോർട്ടൻ്റ്? നമ്മുടെ വിശ്വാസത്തിലാണോ അതോ നമ്മൾ കാണിച്ചു കൂട്ടുന്ന ചില കാര്യങ്ങളാണോ? ഇംഗ്ലീഷിൽ ഈ കൊതുകിന് പകരം നാറ്റ്സ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നാറ്റ്സിനെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? കുഞ്ഞു ഫ്രൂട്ട് ഫ്ലൈ. നമ്മൾ ഈ അകത്ത് ചെടി വെക്കുമ്പം വരത്തില്ലേ, വളരെ നമ്മുടെ ബാഗ് ബേക്കറി തേയിലയുടെ ഒരു കുരുവിൻ്റെ അത്രേ ഉള്ളൂ നാട്ട്. അതിനെ നമ്മൾ അരിച്ചെടുക്കുന്നേ. പക്ഷെ നമ്മൾ വിഴുങ്ങുന്നത് വലിയ ചത്ത വലിയ പോലുള്ള സാധനത്തിന് നമ്മളങ്ങ് വിഴുങ്ങും ചായക്കകത്തുനിന്ന്. പക്ഷേ ഈ കുഞ്ഞു സാധനത്തിന് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യുകയും ചെയ്യും. സോ think about it. In a new world, where are we going with it? So, strategies of an effective bridging between these two generations so that we can be the mentors for the new world. So, go beyond idealization. ഞാൻ ഇന്നലെയും പറഞ്ഞു, romanticization of the past, it's to some extent it is good. പക്ഷെ അതിനകത്ത് തന്നെ ജീവിക്കാതെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണം കുറച്ച് പ്രസൻറ്റിലേക്ക്. willingness to change, this is very important. ചേഞ്ച് എനിക്ക് തോന്നുന്നു ചേഞ്ചാണ് ഏറ്റവും പെയിൻഫുൾ ആയിട്ടൊരു പ്രോസസ്സ്. ചേഞ്ച് ഇസ് വെരി പെയിൻഫുൾ, ബട്ട് ചേഞ്ച് ഇസ് കോൺസ്റ്റൻറ്റ്, റൈറ്റ്? ചേഞ്ച് ഇസ് കോൺസ്റ്റൻറ്റ്. പക്ഷേ ഈ വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഒരു കാര്യം വെച്ചാൽ നമ്മൾ പറയും ദൈവം ചേഞ്ച് ആകുന്നില്ലെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ കൃപ എല്ലാ ദിവസവും പുതിയതാണെന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ? നമുക്ക് ആവശ്യമുള്ള അളവിൽ ഇത് കിട്ടും. ഒരു ദിവസം ഇച്ചിരി വലിയ ഡോസ് ആയിരിക്കും, ചെറിയ ഡോസ് ആയിരിക്കും. സോ വാട്ട് എവർ വി എക്സ്പീരിയൻസ് ഇറ്റ് വി ആർ ഗോയിങ് ടു ഗെറ്റ് ഇറ്റ്. ചേഞ്ച് ഇസ് വെരി ഡിഫിക്കൾട്ട്. ഈ മെൻറ്ററിങ് എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഓർഗനൈസേഷണൽ മാനേജ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഏറ്റവും കൂടുതൽ ഇപ്പം ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റീസ് ഇപ്പം ഹാർവാർഡിലാകട്ടെ കെല്ലറിലാകട്ടെ ഈ ബിസിനസ് സ്കൂളുകൾ എല്ലാം ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിളാണ് മോസസ് ആൻഡ് ജിത്രോയുടെ ഒരു ഓർഗനൈസേഷൻ ലീഡർഷിപ്പ്. യെത്രോ എങ്ങനെയാണ് ഈ മോസസിനെ ഓർഗനൈസേഷൻ പഠിപ്പിച്ചതെന്ന്. How he told him to delegate, right? ചെറിയ ഗ്രൂപ്പ്, അതിനെ ഒന്ന് ഓവർലുക്ക് ചെയ്താൽ മതി. ആ ഒരു സർക്കിൾ ഓഫ് ദിസ് വൺ, ഐ തിങ്ക് ദാറ്റ്സ് എ ബെസ്റ്റ് മെൻറ്ററിങ്. വി ഹാവ് ടു, അതൊരു പഠിക്കാൻ നല്ലൊരു, ദർ ആർ സോ മെനി ആർട്ടിക്കിൾസ് ഇഫ് യു ഗൂഗിൾ ഇറ്റ്, ഈ മോസസ് ജിത്രോയിലെ ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റിലുള്ള കാര്യം. അപ്പം മോസസിൻ്റെ ജീവിതത്തിലൊരു ചേഞ്ചാണ് ഇതെല്ലാം സംഭവിച്ചതല്ലേ? നമുക്കിപ്പോൾ മോശയുടെ ജീവിതത്തിനെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 40 വർഷം രാജകുമാരൻ, അടുത്ത 40 വർഷം ആ ഫ്യൂജിറ്റീവ് പിടികിട്ടാപ്പുള്ളി ഇൻ എ ഡെസേർട്ട്, അടുത്ത 40 വർഷം വിമോചകനായി മാറി. അപ്പോൾ ആ ഒരു ട്രാൻസിഷണൽ പീരീഡിൽ ദർ അഡ്വൈസ് വാസ് വെരി ഗുഡ്. He was continuously changing, but there was somebody to help him to facilitate to the change. At the same time, he had the promise from God that he will be with him. Make sense? Understanding the landscape of next generation. ഇതെപ്പോഴും എനിക്ക് പറയാൻ ഇഷ്ടമുള്ളൊരു വിഷയമാണ്. ഇവരുടെ ലാൻഡ്സ്കേപ്പ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ലാൻഡ്സ്കേപ്പ് എന്താണെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. നമ്മുടെ ലാൻഡ്സ്കേപ്പ് എന്തുവായിരുന്നു? എനിക്ക് തോന്നുന്നു നാട്ടിൽ പഠിച്ചവരതിനകത്ത് ഭൂരിഭാഗം ആൾക്കാരും. അപ്പം ഇത് എനിക്ക് പറയാൻ ഇഷ്ടമുള്ളൊരു വിഷയമാണ്. ഞാൻ എവിടെയോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, രണ്ടാമതായിരിക്കും ഇത് കേൾക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ സ്കൂളിൽ പോയപ്പം നമുക്ക് യൂണിഫോം ഉണ്ടായിരിക്കാം, മുടി 2ആയിട്ട് പിന്നി, പാരഗൺ, ഫിഷർ ഇതുപോലുള്ള ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു, സ്ലിപ്പർ അല്ലേ, വെള്ളത്തിലിട്ടിട്ട് അത് പാവാടയിലെല്ലാം ഇങ്ങനെ തുള്ളിയായിട്ട് നടന്നിട്ടില്ലേ? അത് തന്നെ അത് തന്നെ. എന്നിട്ട് ചിലപ്പോൾ ശനിയാഴ്ചകളിലായിരിക്കും നമ്മൾ ചകിരി വെച്ച് ഈ ചെരുപ്പ് തേച്ച് വെളുപ്പിക്കും. ഈ അടുത്ത സമയത്ത് നമ്മളൊരു സിനിമയിൽ കണ്ടു, ഫഹദ് ഫാസിൽ അങ്ങനെ ഒരു ചെരുപ്പ് വെളുപ്പിക്കുന്നത് അല്ലേ, ഒരു പാട്ടിൽ. മഹേഷിൻ്റെ പ്രതികാരത്തിൽ നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ ഈ ചെരുപ്പും ഈ യൂണിഫോമും ഒക്കെ ഇട്ട് നമ്മൾ പോയിട്ട് അവിടെ ചെല്ലുമ്പം നമ്മൾ രാവിലെ എന്താ വടി നീ കഴിച്ച ദോശ, ഞാൻ എന്താ അപ്പം, എന്താ പുട്ട്, മാമൻ ഇന്നലെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നാണ്ട് ഈ സ്പ്രേ തന്നു. ഇതൊക്കെയാണ് നമ്മുടെ സംസാരം. ആൻഡമാൻസിൽ നിന്ന് വന്നപ്പോൾ ഈ പെൻസിൽ കിട്ടി, ഏതാണ്ടില്ല തോടുപോലെ ഇരിക്കുന്നൊരു പെൻസിൽ അല്ല, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ എന്താണ്ട് ഓക്കെ. അപ്പോൾ അങ്ങനെ അവിടെ ചെല്ലും. അവിടെ ചെന്നിട്ട് ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാ പാത്രത്തിലും ഉള്ള കോമൺ സാധനങ്ങൾ, മുട്ട പൊരിച്ചത്, മീൻ വറുത്തത്, ചമ്മന്തി, തോരൻ, മെഴുക്ക് പുരട്ടി അല്ലേ. എന്നിട്ട് ഇവർ വൈകിട്ട് പറഞ്ഞുകൊണ്ട് പോകും, വീട്ടിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ ഇന്ന് അമ്മ അടയുണ്ടാക്കി വെച്ച് കാണും, അല്ലെങ്കിൽ അതായിരിക്കും ഇതായിരിക്കും അല്ലേ. എന്നിട്ട് അപ്പൂപ്പൻ വരും, അമ്മാച്ചൻ വരും, ഇന്നയാൾ അവിടുന്ന് വരും, എനിക്ക് പുതിയ ഉടുപ്പിൻ്റെ തുണി തന്നു. വൈകുന്നേരത്ത് ഒന്നുകിൽ നാമം ചൊല്ലും, അല്ലെങ്കിൽ നിസ്കരിക്കും, അല്ലെങ്കിൽ വേദപുസ്തകം വായിക്കും.
അല്ലേ? ഇത്രയുമാണ് നമ്മുടെ ഒരു വളരെ ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ നിന്നാണ് നമ്മൾ വന്നത്. അപ്പോൾ ഈ നമ്മുടെ പിള്ളേർ പഠിക്കുന്ന സ്കൂളൊന്ന് ആലോചിച്ച് നോക്കേ. വേർ ആർ ദേ ഗോയിങ്? ടോട്ടലി ഡിഫറെൻറ്റ്. അവർ ഈ പോകുന്ന വീടുകളുടെ സ്ട്രക്ചർ ഒന്ന് ആലോചിച്ച് നോക്കി. എല്ലാ വീട്ടിലും അപ്പനും അമ്മയും ഉണ്ടോ? They are not going from all the nuclear or like a so-called family of a father and mother. They are going from so many different houses. Same-sex parents, foster parents, single mothers, hybrid, and blended families. Blended families, ariyamo? Blended families means my son, your son, our son. That's a blended family. So these are different type of the family settings that kids are going there. They eat different food. They have different experiences at home. They don't have anything common between them. So when they come back home, they may have some serious questions. Why that person's mom and dad is female? Why that person's mom and dad are male? These are realities, right? So how can we understand their landscape? No, അതൊന്നും പറയല്ലോ. പിള്ളേരെ അങ്ങോട്ട് നോക്കുക ചെയ്ത് അതൊന്നും ശരിയല്ല. We cannot do that. That's a reality. That's what they are seeing it there. Trying to understand the landscape of next generation, creating a hybrid space where it has both. Always make sure we are the Christians, the Indians, proud of our legacy. Tell them the stories of ours. ഞാൻ എൻ്റെ പിള്ളേരെ നാട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ കൊതുക്, പല്ലി, പാറ്റ, വെട്ടിൽ ഇതിനെ വല്ലോ നിങ്ങൾ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ഏതോ ദൈവഭാഗ്യത്തിന് നമ്മളിവിടെ എത്തിയതാ. ഇല്ലെങ്കിൽ ഈ കൊതുകിനെയൊക്കെ അടിച്ചു കൊന്ന് ഈ പാറ്റയൊക്കെ ചെരുപ്പത്തടിച്ച് എലിയൊക്കെ എലിപ്പെട്ടിയിൽ പിടിച്ച് KSRTCയിലും ഓട്ടോയിലൊക്കെ പോകേണ്ട ആൾക്കാരല്ലേ. ഇതേതോ ഒരു ഭാഗ്യത്തിന് നമ്മളിവിടെ എത്തി. നമ്മൾ നല്ല കാറിലൊക്കെ പോകുന്നു. ഞാനൊരു ആവറേജ് ഫാമിലിയിലെ ആളാണ്. എനിക്ക് അവിടെ കാർ ഉണ്ടാകുമായിരുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല. പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറിയിട്ട് വിയർപ്പ് നാറുന്നൊന്നും പറയരുത്. ദാറ്റ്സ് വെയർ വി ബിലോങ്. അപ്പം അതുകൊണ്ട് അവരെപ്പോഴും തിരിച്ചാണ് പറയുന്നത്, ഓ വി ആർ സോ പ്രൗഡ്. കാരണം ഞാൻ ഇത് ട്രെയിൻ ചെയ്ത് ഇവിടെ എങ്ങാനും വന്ന് ആരോടെങ്കിലും നമ്മുടെ നാട്ടിൻ്റെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സോ നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു, ഓ ഒന്നും ശരിയല്ല അവിടെ ഹോസ്പിറ്റലിൽ കയറി എന്തോ ഒരു നാറ്റമാ. Look at the population and population density. So we have to realize where we are. So trying to tell them the truth about it, our legacy. And we need to walk with them, not before or after. That's important, right? എന്നോടൊപ്പം നടക്കുന്ന, നമ്മളോടൊപ്പം നടക്കാൻ, മുന്നേയുമല്ല പിന്നെയുമല്ല. Everyone has a unique story. And Jesus' story shapes our stories. Everybody sitting here, they have their own stories. Some they try to say it, some they don't like to say it in public. But everybody has their own stories. But I think in a new world, we should be able to share our stories to each other. And അന്നേരം അന്യോന്യം ഭാരങ്ങളെ ചുമക്കാൻ പറ്റുന്നത്. ഇപ്പം പക്ഷെ കുറച്ച് ഭാരം ഞാൻ അങ്ങ് ഒളിച്ചു വെക്കും. ഇച്ചിരിയൊക്കെ പറയത്തുള്ളൂ. കാരണം നമുക്കൊരു stigma still there, right? Let us move to the next slide. Strategies of effective building. This is very important. The 4 elements, that is emotional quotient, how you are going to mentor others. Emotional quotient means 4 things are there. Emotional intelligence is a big topic that you can look into, that so many videos and so many articles. Daniel Goleman proposed this emotional intelligence. So 4 things. Self-awareness. You understand what is your awareness about that particular thing. You manage yourself. Then social awareness and relationships management. How you take care of relations, how you respect relations. Because I've been in 2 different countries. I was in Middle East and I was here. Met so many people from different part of the world. എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആഹാരം കഴിക്കുന്നു, എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നു. പക്ഷേ ഒരു കാര്യം കോമൺ ആണ്, ദ ഇമോഷൻസ്, ദ റിലേഷൻഷിപ്പ്, പ്രണയം, വിരഹം, മരണം, ഇതൊക്കെ ഒരുപോലെ എല്ലാവർക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വായിച്ചിരിക്കുന്നത്, ശരീരത്തേക്കാൾ വസ്ത്രത്തേക്കാൾ ശരീരവും ആഹാരത്തേക്കാൾ ജീവനും പ്രാധാന്യമുണ്ട്. ആഹാരവും വസ്ത്രവും സംസ്കാരികമാണ്, അത് ഓരോ സംസ്കാരം അനുസരിച്ച് മാറും. പക്ഷേ ജീവനും ശരീരവും സംസ്കാരത്തിന് അതീതമാണ്. We are the creation.
So emotional intelligence is very important. When kids are trying to say something or somebody else is trying to say something to us, always try to see how I am taking on it. If my girl come and talk about her, some of the personal issues, first of all, I have to settle it. I have to find out what is my attitude towards it. Then I have to control my emotions. Then only we can deal with it. Try to be like that. The youngsters in the church will text you and ask, hey, Andy, what do I do here? അവരെ കൊണ്ട് പറയും, ഓ ആൻറ്റിയോട് പറഞ്ഞത് എൻ്റെ സമയദോഷത്തിനാണ് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത്. So that is how we can build emotionally intelligent, emotional quotient. Then another one is adverse quotient. Adverse quotient is how you're dealing with an adversity in your life. They will see it. There is something called a passive mentoring. It's not active mentoring. You don't need to say it, but let others see how you're dealing with. That will automatically transpire into them, and they will try to be that way. Spiritual quotient, your spirituality. നമ്മളെപ്പോഴും സ്പിരിച്വാലിറ്റിയും റിലിജിയോസിറ്റിയും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ആൾക്കാരാണ്. That is two different things. മതമല്ല spirituality. Spirituality is your inner self, where you are connected with your God. So that is a spirituality. Where is your spiritual quotient? That is something that will pull you to the root. And creative quotient. Think out of the box. Be creative. So we practice all this for, we can be mentors of our generation next. We can be in their spaces. But it is, as I mentioned yesterday, it will take time and it will take space, it will take energy. ഞാൻ ഇന്നലെ എൻ്റെ ഒരു കഥ പറഞ്ഞു തുടങ്ങി. ഞാൻ എൻ്റെ കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ പലരും അറിയാവുന്നൊരു കഥയാണ്. I was praying on it, whether I will be able to speak that to you guys or no. But I think I will say that. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് ഇവിടെ എത്തി 2006. ഞാൻ എത്തുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ രണ്ടാമത്തെ മകളുണ്ടായിരുന്നു. ഷി വാസ് 1.5 year old. അവൾ സൗദിയിലുണ്ടായ കുഞ്ഞാണ്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ കുട്ടി വിവാഹം കഴിഞ്ഞ് ഹണിമൂൺ ബേബി എന്ന് പറയുന്നൊരു കുഞ്ഞാണ്. അമ്മയാകണമെന്നുള്ള ചിന്തിക്കുക പോലും ചെയ്യാത്ത സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയതാണ് എൻ്റെ ആദ്യത്തെ കുട്ടി. അപ്പോൾ അതുകൊണ്ട് ഐ വാസ് നോട്ട് പ്രിപ്പയർഡ്. സംബഡി എൽസ് ടേക്ക് കെയർ ഓഫ് ഹർ ആൻഡ് ഐ വാസ് ലൈക്ക്, ഓ വാട്ട് ഈസ് ദിസ് ലൈക്ക് ദാറ്റ്. ഐ വാസ് നോട്ട് റെഡി ഫോർ ഇറ്റ്. അപ്പം ഞാൻ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഡയപ്പർ ചേഞ്ച് ചെയ്യാനൊക്കെ അമ്മയെ വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്നു. ബട്ട് വെൻ ഐ വെൻറ്റ് ടു സൗദി വിത്ത് ദിസ് ഗേൾ ഹു വാസ് 3 year old, then I became a wife there. I became a mother and nobody was there to take care of anything. So I went and I did the examination to come to US and I went to Jordan. After that, I got pregnant of my second pregnancy. So that is the time I really enjoyed the pregnancy. I was so happy and proud of my baby bump. I'll just try to see in front of the mirror and see how much is getting bigger. Because I was ready for it. My body and mind, I was ready for the pregnancy. And I think that is the only one child that I gave birth to her. Because the first one was C-section and I had a third one that was a C-section. So അവളെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ I felt it. The motherhood-ൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വന്നത് അവളെയാണ് ഞാൻ നൊന്ത് പ്രസവിച്ചു എന്നൊക്കെ പറയാവുന്നത്. സോ ആ കുട്ടി വളരെ സുന്ദരമായ, കണ്ണ് കാണാൻ, ആ വെള്ള കാണാനില്ല, അത്രയ്ക്ക് വലിയ നീല കണ്ണുകൾ, നല്ല വലിയ ഗ്രേപ്സ് വെച്ച പോലെ 2 കണ്ണൊക്കെ ആയിട്ടൊരു കുഞ്ഞ്. സോ പക്ഷേ പിന്നീട് ഞാൻ അവളെ കാണുമ്പോൾ അവളുടെ കാതിൽ 2 കമ്മലുണ്ടായിരുന്നു. കാരണം ഇത് സൗദിയിലായതുകൊണ്ട് നഴ്സറിയിലെ കുട്ടികൾ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഫിലിപ്പിനോ നഴ്സസ് ആയിരുന്നു, അവർ ചോദിച്ചു നിങ്ങൾ കമ്മലിടുന്ന ആൾക്കാരാണോ ആണെന്ന്. അപ്പോൾ അവർ 2 കാതങ്ങ് കുത്തി ജനിച്ചന്ന് തന്നെ. അപ്പോൾ ഞാൻ അവളെ സൗദിയിലൊരു പ്രാക്ടീസാണത്. അപ്പോൾ ഞാൻ ഈ CPR പഠിപ്പിക്കുന്ന നഴ്സസ് ആയിരുന്നു അവർ. അപ്പോൾ അവരെനിക്കൊരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ആയിട്ട് കൊച്ചിൻ്റെ കാതിൽ 2 കമ്മലിട്ട് തന്നു. അപ്പം ഞാൻ ഇവളെ കമ്മലോട് കൂടിയാണ് കാണുന്നത്. നല്ല സുന്ദരി കുഞ്ഞ്. പക്ഷെ അവൾക്ക് എൻ്റെ ഒരു കളർ ഷെയ്ഡ് എൻ്റെ ഷെയ്ഡാണ്. കാലിനും കൈക്കൊക്കെ നല്ല നീളമായിട്ടൊരു കുഞ്ഞ്. നമ്മൾ ശരിക്കും അവൾ വളർന്നു വരുമ്പോൾ ഞാൻ ഒരു കാര്യം ചിന്തിച്ചു, നമ്മൾ ഒരു പെൺകുഞ്ഞിനെ എങ്ങനെ വേണമെന്ന് പറഞ്ഞ് നമ്മൾ പേപ്പറിൽ എഴുതി ചെക്ക് ലിസ്റ്റ് കൊടുക്കത്തില്ലേ, ഇത്ര ക്വാളിറ്റീസ് വേണം. അത്രയ്ക്ക് സുന്ദരമായ ക്വാളിറ്റീസ് ഉള്ള കുട്ടി. അച്ചടക്കം, ഓർഗനൈസേഷൻ, കുളിച്ച് കഴിഞ്ഞാൽ ഉടനെ മുടി ചെയ്യുക, ഇട്ട തുണി മടക്കി കൊണ്ടുവെക്കുക, വാട്ട് എവർ വി വാണ്ട് ഫ്രം എ ചൈൽഡ് ദാറ്റ് വി എക്സ്പെക്ട്, എവറിത്തിങ് ഈസ് ഇൻ ഹർ. അപ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്, അവൾ വളർന്നു വരുന്നതനുസരിച്ച് ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത്, അക്കാഡമിക്കലി ഒരു ആസ്പയറിങ് ആയ ഒരു പേഴ്സണാണ് ഞാൻ. എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു കുഞ്ഞായിരുന്നു അവൾ. വലിയ ആളിനോട് പഠിക്കാൻ പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ മമ്മി, കോമ്പറ്റീഷൻ ഗുഡ് ഫോർ ദം, ലെറ്റ് ദം ഡു ഇറ്റ്. I try to push, don't compare your brain and my brain, please leave me alone. That is what she does. But this one is not like that. She will come with me for elocution competitions. She will come with me for the spelling bee competitions. And she wanted to be a pediatric cardiologist. I told her, Dana, stay on something.
Either a pediatrician, then we can be, no, mommy, I want to be a pediatric cardiologist. I told, where did you get these big words? But she wanted to be that. So she was in first grade. She's very academically, she wanted to do more. So I buy her the books from Costco and Sam's Club, the activity books. So she finished everything. So she was in first grade, and that was 2011, November 13, Sunday. That was our CNI Sunday. So we have our church service first from our CSI Achin, Joseph Samuel Achin. So we had a Sunday school, we have the church. When we were going back, my husband was working that day. So we were going back to home. She asked me why that Achin is wearing the green and all those things. So I explained about how the service of CSI and how that is different from our church. So came home, then she wanted to try a new outfit. We had pictures, we ate, and we watched a Prangiatan movie together. Then Krista, my little one, she was 2-year-old, she went to sleep. Then she told me, Mommy, come, let us do the Tom Turkey project for tomorrow. The disguised turkey project. So we both did, because I make jewelries. So with beads and everything, she made a beautiful, beautiful bead work on her turkey project. Then evening, my husband is supposed to be coming at 7:30-ish. So I was making chapati ഉണ്ടാക്കാൻ മാവ് കഴിക്കുന്നു. So she always come with me. അപ്പോൾ അന്ന് കുളിച്ചിട്ട് കയറി വന്നപ്പം ഒരു സ്ലൈഡൊക്കെ ഇവിടെ കുത്തിയിട്ടുണ്ട് നനഞ്ഞ മുടിയിൽ. കുറേ പോക്കറ്റ്സ് ഉള്ള ഒരു ഉടുപ്പും സ്കേർട്ടും ഇട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഹസ്ബൻഡ് കയറി വന്നപ്പോഴേ അവളോട് ചോദിച്ചു, ഡോണ നീ ചെക്കറെ പോലെ ഇരിക്കുന്നത് ട്രാൻസ്പോർട്ട് ബസ്സിൽ. കാരണം ചെക്കറിന് കുറേ പോക്കറ്റ്സ് ഇല്ലേ, നമുക്കറിയത്തില്ലേ. അപ്പോൾ എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു. ചപ്പാത്തി ഉണ്ടാക്കി, അവൾ ചപ്പാത്തി മാവ് വെച്ച് കുറച്ച് ഈ ക്ലേ വെച്ച് കളിക്കുന്ന പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് സൺഡേ വേൾഡ് സൺഡേ സ്കൂൾ ഡേ ആണ്. അതിന് സെക്കൻഡ് ലെസൺ വായിക്കുന്നത് എൻ്റെ മൂത്ത മകളാണ്. അപ്പോൾ ഷീ ഈസ് പ്രാക്ടീസിങ്. സെക്കൻഡ് ലെസൺ ഈസ് ടേക്കൻ ഫ്രം Ephesians. She is practicing. So Dana is also practicing the same thing. And we sat there, our family prayer. And I think everything is done, but they were keep on singing, I have decided to follow Jesus. Then I actually have to yell at both of them, go to bed. Tomorrow's Monday, go to school. So we went to, this is a small ranch house. So we went to, my little one and husband, we went to one room. And from that room, we can look at these girls who were sleeping. No rooms were closed, everything was open. Around 2:30, 2:05, 2:07. So there is a noise. Then I think Alex told me, my husband told me, I heard something from their room. So he ran to the room. ഞാൻ ഇങ്ങനെ ഉണർന്ന് കിടക്കുമോ, ഇതെന്താ സംഭവിക്കുന്നത് രാത്രിയിൽ. പുള്ളിക്ക് ഭയങ്കര കേൾവിയും ഇതൊക്കെ, അതുകൊണ്ട് ഓടിപ്പോയി നോക്കാനായിട്ട്. ഞാൻ ഇപ്പോഴും അവിടെ കിടക്കുവാ ഇങ്ങനെ ബെഡേൽ. അപ്പോൾ പുള്ളി പോയിട്ട് പെട്ടെന്ന് ഇവളെ എടുത്തുകൊണ്ട് വന്നു, ഡോണയെ എടുത്തുകൊണ്ട് വന്നു, എൻ്റെ രണ്ടാമത്തെ മകളെ എടുത്തുകൊണ്ട് വന്നിട്ട് he just went to the bathroom again. Still I'm looking at their, എന്താ സംഭവം unusual ആയിട്ടൊന്നും ഇല്ലല്ലോ. So he went to the bathroom, he threw water on her. Then he just came to me when he's calling Donna, but she's like not responding. So that's the time I just something, hey, why she's not responding? I just got up. Then she is not responding. So I don't know what to do. I'm thinking she didn't have any issues. What happened? Then I called 911 anyway. Then I did a couple more calls. I called my sister. I called one of my neighbor. Then I called our Achin. It was Roy Thomas Achin, our vicar. Then I think, I don't know, we were not, but I know that he was just trying to wake her up and she was not waking up. And we went to the living room and we put her on the floor and she was warm, but she's not breathing. And I don't know whether I did a couple compressions. I don't know. I couldn't remember what happened that time. So anyway, they came. Paramedics came in maybe 4-6 minutes. And that time, your normal sense is gone. So we don't know what exactly is happening there. So all this time that I'm saying now, I didn't know that time. I've just got that time later. So around 2:40-ish, maybe 2:44, they took her. They worked her on 40 minutes in our home. And the ambulance was going to the ER. So the police asked us to follow them. So the police was asking a couple questions, what happened here, why there is water. Then Alex told, I throw water on her, that's why the water on the floor. So we went to the ER. So we didn't want to go. I don't want to go to ER. I feel like so scared. Then the police took us, no, you come in our police car. So I went, ഞാൻ പുറത്തിറങ്ങി ആദ്യം, എന്നിട്ട് പിന്നെ ഞാൻ അകത്ത് കയറിയിട്ട് ഓടി വന്ന് I took the jacket. കാരണം നവംബറാണ്, തണുപ്പാണ്, I have to bring her back. So I took her jacket and we went to ER. It
it could be maybe 303, 304. Then I just heard in one of my, I don't know, it was very vivid. I heard CPR still going on. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് 1 മണിക്കൂറോളം ആയല്ലോ. So 307 they pronounced her. So then I don't know what happened, and I only ഒരു കാര്യം ഞാൻ ഇന്നലെ ഒരു ചേച്ചിയുടെ കാര്യം പറഞ്ഞായിരുന്നു. ICUയിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. 73 വന്ന് സാറാൻറ്റിയുടെ ഒരു പ്രാർത്ഥന എൻ്റെ ചെവിയിൽ കേട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. കഷ്ടതയിലും പാടുവാൻ, ദുഃഖമതിൽ കൊണ്ടാടുവാൻ, കൃപയെ അരുൾകെ നായക എന്ന് പാടാൻ എന്നോട് പറഞ്ഞു. പിന്നീട് എനിക്ക് തോന്നുന്നു ഞാൻ അലക്സ് പീറ്റർ അച്ഛൻ്റെ ഒരു പാട്ട് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ആത്മാവാം വഴികാട്ടി കൊണ്ടുപോക എന്നെ സദാ നടത്തി. ആ പാട്ട് എപ്പോഴും. പക്ഷേ നമ്മൾ ഈ ബോധത്തിൽ നിന്ന് അബോധത്തിലേക്കും ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്കും പോകുന്നത് പോലെയുള്ള ദിവസങ്ങൾ. പക്ഷേ എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന ധാരാളം പേർ ഞങ്ങളുടെ ആ ഒരു കഠിന യാത്രയിൽ കൂട്ടുവന്നവരാണ്. എനിക്ക് ജീവിതം കൊണ്ട് മാത്രമേ അവരോട് നന്ദി പറഞ്ഞു തീർക്കാൻ പറ്റത്തുള്ളൂ. പിന്നീട് 1 വർഷം കഴിഞ്ഞിട്ട് ധാരാളം പരിശോധനകളൊക്കെ നടന്നു. 1 വർഷത്തിന് ശേഷം റിപ്പോർട്ട് വന്നു, ഇറ്റ് വാസ് എ നാച്ചുറൽ ഡെത്ത്. But her heart was stopped. Nobody knew what was the reason because she was a perfectly healthy child. So still we don't know what happened. And we were trying to do a lot of studies on the rest of the kids in the family. There is no genetic heart issues. So we still don't know what happened. So it will be 11 years and she's supposed to be 18. So that time, Kochama Ravile Sujipichu, the situations where you can be rebellious to God. So I was rebellious. I filed the painful grievance to him and I asked him, why did you do this to me? Everybody is saying this was the plan because beautiful messages we hear. This was a beautiful flower he need there. It is a garden and they plucked the flower. Then there were so many things that you hear. But I asked, I had a plan. I should have sent her to college. She should have spent me. She's supposed to do the funeral for me, not me for her. That was my plan. So where is all these plans? But ഞാനിത് കണ്ടു നിറയാതെ നിങ്ങളോട് പറയാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, how awesome is our God. How much mercy I am getting every day. How much strength I am getting every day to look at the kids. I am teaching the same grade Sunday school now. She should be in my class. I'm seeing them. They were all together, little ones. So that is why ഞാൻ പറയുന്നു, ദാവീദിൻ്റെ പുത്രനായിട്ട് ജനിച്ച് മരിച്ചുയർത്തെഴുന്നേൽപ്പെട്ട ക്രിസ്തു അത് നമ്മുടെ സുവിശേഷമാണ്. അത് നമ്മളെ ലജ്ജിപ്പിക്കത്തില്ല. That is something that we can show to our next generation. How this God is faithful. ഇത് നമുക്ക് പറയാതെ പറ്റില്ല. എൻ്റെ കൂടെ വന്നിട്ടുള്ള ഷിക്കാഗോയിൽ നിന്ന് വന്നിട്ടുള്ളവർ, ഷിക്കാഗോയിൽ നിന്ന് ഇവിടെ മൂവ് ചെയ്ത് വന്നിട്ടുള്ളവർ, ഞങ്ങളുടെ യാത്രയിൽ കൂടെ നടന്നവർ ധാരാളം പേരുണ്ട്. എന്നെ സെമിത്തേരിയിൽ നിന്ന് പിടിച്ച് ലൈബ്രറിയിലേക്ക് കൊണ്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട സോനു അച്ഛനുണ്ട്. കാരണം I really like to stay in cemetery all the time when there is good weather. I go there and sit there. കാരണം ആ പച്ചപ്പുല്ലിൽ ഇങ്ങനെ കൈവച്ചിട്ട് അവളുടെ പേര് വിളിക്കുമ്പോൾ I always think, can I touch her one more time? Can I see her one more time? ഒരിക്കലുമില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ. പക്ഷേ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുന്നു. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നെക്സ്റ്റ് സ്ലൈഡ്. Next slide, please. So this is an example of feminine excellence of all these women. They are from the Bible. The other one, please. We see this one, Ipanachan, Theodosius Ceremony, Kochama, they all mention about these women. So look at this one, the monument that I put it there, that is something for Ginsburg. We all know that, Ruth Bader Ginsburg, who was the Supreme Court judge who died. So whatever she said, fight for the things that you can care about, but do it in a way others can follow you. So this one actually, my little one sent from Washington, D.C. because she went for a D.C. trip, 8th grade. So she know that I love Ginsburg. So she sent me the picture of Ginsburg. So I told her I will be adding that to the presentation. Next slide, please. So this is not that visible, but I just want to say that identify who you are.
and choose to courage rather than comfort. Because sometimes we won't be comfortable, but you have to be courageous and living into our values, and that's how you will be learned to rise. That is the feminine excellence. When you show that to the people, next slide please, then Christ is in our center, in our community, that's our fellowship. Communication is our mission. Character is our discipleship, and contribution is the gospel to the community. So if we balance it, keeping Christ in the center, I'll go to the next slide, please. Then you will see whatever you lived yesterday, whatever you're living today, and whatever you are going to live tomorrow will be good. So there is no difference. There is nothing for you to blame, and where you will be mentoring others to be seeing this goodness in every time. Next slide, please. So then you will get private text messages. Hey, Chechi, hey, Andy, can you be my mentor? So then you can say, yes, we can be your mentors. Next slide, please. So life is a balance between holding on and letting it know. This is a place my Donna is sleeping, and that is my two girls. So life is a balance. That is between holding on and letting it go. So let us be the mentors of the new world. And I want to take one more moment to thank everyone who listened to me, who encouraged me, who supported me, saying good words and with prayers. And also, the conference was a beautiful conference. It was a lot of work to host such a great conference like this, to have accommodation, to have food, a lot of hard work. May God bless us all, and may God give us the reward, and let us shine ourselves as Christ's images, and let us go to the new world to be the mentors. Thank you.